നമ്മൾ ഇനിയും നോക്കിയിരുന്നിട്ട് കാര്യമില്ല, ഇന്ന് എന്നെ പറയണം. നീ പറയോ ടീച്ചറുടെ അടുത്ത്? അത് നിനക്കറിഞ്ഞൂടെ? ആ ടീച്ചറിന് പണ്ടേ എന്നെ കണ്ണെടുത്താ കണ്ടൂടാ. അപ്പൊ ഞാൻ ചോദിച്ചാ എന്തായാലും സമ്മതിക്കൂല. നിങ്ങള് പേടിക്കണ്ട, ടീച്ചറിന്റെ അടുത്ത് ഞാൻ പറയാം. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഡാ ഡിക്രു പറ. അത് പിന്നെ അളിയാ ഇപ്പൊ പറയണോ? ക്ലാസ് കഴിഞ്ഞ് പറഞ്ഞാ പോരെ? ഡാ കോപ്പേ, അപ്പ പറ്റൂല, നീ ഇപ്പൊ തന്നെ പറ. എന്നാ നീ പറ. ഉഫ്, നിന്നെ നമ്പിയ നമ്മൾ ആരായി? ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് എന്നെ ബാക്കി കാര്യം. ടീച്ചർ ഒന്നുമില്ല, ഡിക്രൂന് എന്തോ പറയാനുണ്ടെന്ന്. ചെണ്ടി എന്താണ് ഡിക്രു, പറഞ്ഞോ. അത് പിന്നെ ടീച്ചർ, ഇത് നമ്മുടെ ഈ സ്കൂളിലെ ലാസ്റ്റ് ഇയർ അല്ലേ? ലാസ്റ്റ് ഇയർ ആണല്ലേ? ഓ ഭാഗ്യം. ഇനി ഈ വർഷം കൂടെ നിന്നെയൊക്കെ സഹിച്ചാ മതിയല്ല. ടീച്ചർ അതല്ല, ലാസ്റ്റ് ഇയർ ആയിട്ട് ഒരു എൻജോയ്മെന്റ് ഒക്കെ വേണ്ടേ? അതുകൊണ്ട് നമുക്ക് സ്കൂളിൽ നിന്നൊരു ടൂർ പോയാലാ? നൈസ് ഐഡിയ. കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഹണിമൂൺ പോലും പോയില്ല. ഇവിടുന്ന് ടൂർ പോണെങ്കിൽ ഏട്ടായെയും കൊണ്ടുവരാം, പൈസ ചെലവും ഇല്ല. ടീച്ചറെ എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ നിങ്ങളുടെ പ്രിൻസിപ്പാളിനോട് ചോദിച്ചിട്ട് പറയാം. ഇമ്പോസിബിൾ, ഈ ഗുരുത്തം കെട്ട പിള്ളേരെ കൊണ്ട് ടൂർ ഒന്നും പോവാൻ പറ്റൂല. അയ്യോ അങ്ങനെ പറയല്ലേ സാർ, പിള്ളേരുടെ ആഗ്രഹമല്ലേ, അവരുടെ ഫൈനൽ ഇയർ ഒക്കെ അല്ലേ, നമുക്ക് എങ്ങനെയും മാനേജ് ചെയ്യാം പിള്ളേര്. സാറൊന്ന് സമ്മതിക്കും. ടീച്ചർ എന്തായി, പ്രിൻസിപ്പാൾ സമ്മതിച്ചാ? അതൊക്കെ പറയാം, പക്ഷെ അതിനു മുമ്പ് ഞാൻ ഇന്നലെ ഹോംവർക്ക് കംപ്ലീറ്റ് ആക്കിയത് എല്ലാരും കൊണ്ടുവെക്ക്. പെട്ട് ഇനിയും കംപ്ലീറ്റ് ആക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ ഇരുന്ന് കംപ്ലീറ്റ് ആക്ക്, എന്നിട്ട് പറയാം ഞാൻ. മുതലെടുക്കയാണോ ടീച്ചറെ? എന്താന്ന്? ഒന്നുമില്ല, എഴുതാം. ടീച്ചറെ നമ്മൾ എഴുതി, ഇനി പറ. അത് പിന്നെ ഞാൻ നിങ്ങളുടെ പ്രിൻസിപ്പാളിനോട് സംസാരിച്ചു, പക്ഷേ. ശരി, ടൂർ വയ്ക്കോ, പക്ഷെ ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ടീച്ചർ ഏറ്റെടുക്കണം. പിള്ളേര് കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ അതിന്റെ കോൺസിക്വൻസസും ടീച്ചറിന് തന്നെയായിരിക്കും. ഓക്കെ ആണെങ്കിൽ കൊണ്ടുവെക്കോ? അങ്ങനെ വേണ്ട സാർ, നമുക്ക് ടൂർ ക്യാൻസൽ ചെയ്യാം. കള്ള ടൂറും ക്യാൻസൽ ആക്കി നമ്മളെ കൊണ്ട് ഹോംവർക്കും എഴുതിച്ച്. ഡിക്രു നീ വിഷമിക്കാതെ, സ്കൂൾ ടൂർ ക്യാൻസൽ ആക്കിയെങ്കിൽ എന്ത്, നമുക്ക് ഒരുമിച്ച് ടൂർ പോവാം. അതെങ്ങനെ? എന്റെ മറ്റേ കസിൻ ചേട്ട ഇല്ലേ, ചേട്ടൻ വണ്ടിയൊക്കെ ഓടാൻ പോണതാണ്. നമുക്ക് ചേട്ടനെ വിളിച്ച് അറേഞ്ച് ചെയ്യാം, എന്നിട്ട് നമ്മൾ പയ്യന്മാര് മാത്രമായിട്ട് ആരും അറിയാണ്ട് ടൂർ പോവാം. അത് നല്ല ഐഡിയ ആണ്. നമ്മൾ കുണ്ടിത്തറ ബോയ്സ് മാത്രമായിട്ടൊരു ടൂറ്. സെറ്റ് അളിയാ, സെറ്റ്. അങ്ങനെയാണെങ്കിൽ സ്ഥലം നീ പറ. കിട്ടിപ്പോയി. എവിടെ? മനിതർ ഉണർന്നു കൊള്ള, ഇത് മനിതർ കാതലല്ലേ, അതെയും താണ്ടി പുനിതമാനത്. ചേടാ, ഇതിപ്പോ ട്രിപ്പ് പോണ കാര്യം അമ്മേടെ അടുത്ത് എങ്ങനെ പറയും? ഹലോ അളിയാ, നീ വീട്ടിൽ പറഞ്ഞാ? ഇല്ലടേ, ഞാൻ അത് തന്നെ ആലോചിച്ചോണ്ടിരുന്നേ. ഞാൻ വീട്ടിൽ എന്തൊരു പറയും, വല്ല ഐഡിയ പറഞ്ഞു താ. ഒരു ഐഡിയ ഉണ്ട്. എന്തോന്ന് ഐഡിയ? നിന്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് പന്നിപ്പനി പിടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കണോണ്ട് അവനെ കാണാൻ പോണെന്ന് പറ. പിന്നെ അവന്റെ ചികിത്സക്ക് ഒരു 3000 രൂപ കൂടെ കൊടുക്കണമെന്ന് പറ. അപ്പൊ എന്തായാലും സമ്മതിക്കും അളിയാ. നിന്റെ ബുദ്ധി വിമാനം അല്ല അളിയാ, എലിവാണാണ്. എന്തായാലും നീ പറഞ്ഞ ഐഡിയ അല്ലേ, ഒന്ന് വയറ്റി നോക്കാം. അമ്മ, ചിപ്പുവിന് പന്നിപ്പനി പിടിച്ച് അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെന്ന്. നമ്മൾ അവനെ നോക്കി പോവാൻ പോണ്. ഒരു 3000 രൂപ കൂടെ പിരിവെടുത്ത് കൊടുക്കണോന്ന് പറഞ്ഞ്. പൈസ തരുവോ അമ്മ? നമ്മുടെ ചിപ്പൂനോ? ആ ചെറുക്കൻ ഇന്നലെ വരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നാണല്ലോ. ആ ചന്തൻ അവിടെ കൂടെ തെണ്ടി തിരിഞ്ഞ് നടന്ന് ഞാൻ കണ്ടല്ലേ. ഈ കിഴങ്ങ് ഒരു കാട്ടുകോഴി തന്നെ. അത് പിന്നെ അമ്മ, ഇന്നലെ രാത്രിയാണ് സംഭവം. എറണാകുളത്ത് ഏതോ വലിയ ഹോസ്പിറ്റലിലാണ് ഇപ്പൊ അഡ്മിറ്റ് ആയത്. നമ്മൾ പോയിട്ട് എന്തായാലും 3 ദിവസം ആവുമ്പോഴേ തിരിച്ചു വരൂ.
ആ എന്തായാലും നീ അച്ഛൻ്റെ പൈസ വാങ്ങിക്കോ, ഞാൻ പറയാം അച്ഛൻ്റെ അടുത്ത്. അളിയോ നീ മുത്താണ്. എന്നടാ നീ പറഞ്ഞ ഐഡിയ വർക്കൗട്ടും ആയി, ട്രിപ്പിന് പോവാൻ പൈസ സെറ്റായി. പൊളി മാൻ പൊളി. അല്ലേലും എന്റെ ഐഡിയ ഒന്നും ഫ്ലോപ്പ് ആവൂല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്തോന്ന്? ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോ നമ്മൾ 8 പേരുണ്ടായിരുന്നു ട്രിപ്പിന്. ഇപ്പൊ എല്ലാണോ മൊണ്ടി അടിച്ച് അവസാനം 4 പേരേ ഉള്ളൂ. 4 അല്ലടാ 3. 3? വേറെ ഏത് പുന്നാരമോ വരാത്തെ? അത് ആ ചിപ്പുവാ? നീയല്ലേടാ ചിപ്പു? ഞാൻ തന്നെ, ഞാനാണ് വരാത്തെ. ഡാ കോപ്പേ, മര്യാദയ്ക്ക് ട്രിപ്പിന് വന്നോണം. നീ ട്രിപ്പിന് പോവാൻ പുതിയ ഷൂസും ഗ്ലാസും എന്തൊക്കെയാ വാങ്ങിയതല്ലേ? ഓടാ, പക്ഷെ എന്റെ മാമന്റെ മോളുടെ കൊച്ചിന്റെ അപ്പൂപ്പ മരിച്ച് ഇനി ഒരു 2 ആഴ്ച അവിടെയാണ്. അതാണ് സീന്. നീ എന്നാ പിന്നെ ഇത് ആദ്യമേ പറയാത്തെന്താ പൊട്ടാ? നീ വിഷമിക്കണ്ട അളിയാ. പിന്നെ വിഷമിക്കാണ്ട് വെറുതെ ഷൂസ് വാങ്ങി പൈസയും കളഞ്ഞ്. എന്തായാലും പോട്ട്, നിന്റെ ഷൂസും ഡ്രസ്സും എല്ലാം പാക്ക് ചെയ്തത് അകത്തുണ്ടല്ല. ഇനി അതെല്ലാം ഞാൻ എടുത്തോളാം, ട്രിപ്പ് കഴിഞ്ഞ് തരാം. മലരേ ചേട്ടോ, ഈ വണ്ടിയിലാണോ ട്രിപ്പ് പോവാൻ പോണേ? ഓ എന്ത്? ഒന്നുമില്ല, കുറച്ചുകൂടെ നല്ല വണ്ടിയായിരുന്നെങ്കിൽ ഒരു ഗുമ്മൊക്കെ ഉണ്ടായിരുന്നു. ഓ പിന്നെ 2, 1, 4 പേരെ ആകെ കൂടെ ഉള്ളൂ. ഈ വണ്ടി മതി നിനക്കൊക്കെ. 2, 1, 4, 3 അല്ലേ? എന്തേലും ആവട്ടെ. അപ്പൊ പിന്നെ ചേട്ടൻ വണ്ടി എടുത്തോ, ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കി വഴി പറയാം. എന്ത് ചേട്ടാ വണ്ടി നിർത്തിയേ? തല എത്തിയില്ല, നേരെ പോയിട്ട് വലത്തോട്ട് തിരിച്ചാ മതി. അപ്പൊ ഈ പടി വഴി വണ്ടി നമ്മൾ തലയിൽ കയറ്റി വെച്ചോണ്ട് നടക്കണമായിരിക്കും അല്ലേ? പടിയാ? ഏത് പടി? ഗൂഗിൾ മാപ്പേ തേച്ചല്ലേ? അത് പിന്നെ ചേട്ടാ, നീ ആ കുന്ത്രാന്റെ അടുത്ത് ദൂരെ എറി, ഞാൻ ഓടിച്ചോളാം. ഡാ പിള്ളേരെ, എണീക്ക്, ഉറങ്ങിയത് മതി. ഇതാണ് ഗുണ കേവ്സ്. കൊള്ളാം, നല്ല ഭംഗിയുണ്ടല്ലേ അളിയ കാണാൻ. ഷിബു ചേട്ടാ, എന്തളിയാ? ഗുണ കേവില് വീണിട്ടുള്ള ആരും ഇന്ന് വരെ രക്ഷപ്പെട്ടിട്ടില്ലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതാര് പറഞ്ഞ്? ആരോ പറഞ്ഞു ഇവിടുന്ന് സ്കൂട്ടാവുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ എല്ലാം നമ്മളെ തലയിലാവും. അപ്പൊ ഇവനെ ഇവിടെ ഇട്ടിട്ട് പോവാനാ നീ പറയണേ? പിന്നല്ലാണ്ട് ഇവന്റെ ഡെഡ് ബോഡി ആയിട്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മളാണ് കൊന്നേന്ന് പറഞ്ഞു ലാസ്റ്റ്. അത് ശരിയാണ്. ഈ വട്ടം ഇവിടെ കിടക്കട്ട്. നീ വാ, ഷിബു ചേട്ടന്റെ അടുത്ത് പറഞ്ഞിട്ട് പോവാൻ നമുക്ക്. ഷിബു ചേട്ടാ, നമ്മൾ ഇനിയും നോക്കിയിട്ട് കാര്യമില്ല. ഈ ഗുണാക്കേവില് വീണവരൊന്നും രക്ഷപ്പെടുത്താൻ പറ്റൂലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോവാം, ഇല്ലെങ്കിൽ നമ്മളെ തലയിലാവൂ ഇത്. ഞാനൊന്നുമില്ല, നിങ്ങൾ വേണമെങ്കിൽ പൊക്കോ. പിന്നെ ചേട്ടൻ നിന്നോ, നീ വാളിയോ, നമുക്ക് പോവാം. നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെടേ നീയൊക്കെ. എന്ത് ഷിബു ചേട്ടാ? ഒരു പ്രശ്നമുണ്ട്. അയ്യോ ചേട്ടാ, അവനവിടെ ഇട്ടിട്ട് വരല്ലേ. ചേട്ടാ ലൊക്കേഷൻ സെൻഡ് ചെയ്. അവനെ എന്ത് വില കൊടുത്തും കുഴിന്ന് വെളിയിലെടുക്കണം. ഞാൻ വരാ എങ്ങനെയും. ഓ എന്നാ പിന്നെ നീ വേഗം വാ. ഇവനെ പോലെ ഒരു ഫ്രണ്ടിനെ കിട്ടിയത് നിന്റെ ഭാഗ്യാടാ ഡിക്രു. ഡാ ചിപ്പു, കൊറേ നേരായിട്ട് ഞാൻ വിളിച്ചിട്ട് ഒരു അനക്കോ ഇല്ല. നീ ഒന്ന് വിളിച്ചു നോക്കി. നീ ഒരു വഴിയുണ്ട്. എന്തോന്ന്? ഇപ്പൊ കാണിച്ചു തരാം. നിന്റെ അച്ഛൻ അവിടെ ഐഫോൺ വാങ്ങി വെച്ചേക്കണടാ. കണ്ണു തുറക്കടാ ഡിക്രു. കണ്ടാ, ഞാൻ പറഞ്ഞില്ലേ അവന്റെ ഒരു അനക്കോ ഇല്ല. ഡിക്രു, ഏത് മോഡൽ അറിയാ? 15 ആണോ 14 ആണോ? സൗണ്ട്. ഭാഗ്യം ചത്തില്ല. ഡിക്രു പേടിക്കണ്ട, നിന്നെ നമ്മളെ രക്ഷിക്കാം. നീ ഇവിടെ തടിയെല്ലാം സെറ്റാക്ക്, ഞാൻ പോയി കയറെടുത്തിട്ട് വരാം. ചേട്ടാ പറ്റണില്ല, ചേട്ടൻ കൂടെ വലിക്ക്. ലൂസ് അടിക്കടാ. എന്തോന്ന്?
ഒറ്റയ്ക്ക് അങ്ങോട്ട് ആഞ്ഞു വലിക്കാൻ എനിക്കൊന്നും വയ്യ. താങ്ക്സ് അളിയാ. അവന്മാരൊക്കെ എവിടെ? നീ കുഴി വീണപ്പോ അവന്മാരൊക്കെ ഉള്ള ഉയരം കൊണ്ട് ഓടി. അവസാനം നീ തന്നെ വേണ്ടി വന്ന അളിയാ. നിനക്ക് എന്റെ അടുത്ത് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നല്ലേ? കോപ്പാണ്. അച്ഛൻ കഴിഞ്ഞ ബർത്ത്ഡേക്ക് വാങ്ങി തന്ന 5 പവന്റെ സ്വർണ്ണമാല വരെ എന്റെ നൂരിട്ടോണ്ട് പോയല്ലേടാ നീ. ഇതെങ്ങാനും കിട്ടിയില്ലായിരുന്നെങ്കി വീട്ടിൽ നിന്ന് എന്നെ അടിച്ചിറക്കിയേനെ. അളിയാ, നിന്നേക്കാളും ആ ഓടി രക്ഷപ്പെട്ടവന്മാര് തന്നെ ആയിരുന്നടേ ഭേദം. ഹോ, അങ്ങനെ ഗുണാക്കേവില് വീണിട്ട് ആദ്യമായിട്ട് രക്ഷപ്പെട്ട ആളാണല്ലേ ഞാൻ. ഇനി ഇത് വല്ലതും ആരെങ്കിലും സിനിമ ആക്കുവോ എന്തോ. ഗുണാക്കേവാ? എന്ത് ഗുണാക്കേവല്ലേ? അല്ല, ഏ? ആ, അത് പിന്നെ ചേട്ടാ. നീ ആ കുന്ത്രാന്റെ അടുത്ത് ദൂരെ എറി, ഞാൻ ഓടിച്ചോളാം. ആ, എന്ത് തേങ്ങയെങ്കിലും കാണിക്ക്, ഞാൻ ഉറങ്ങാൻ പോണു. എല്ലാ പൊട്ടന്മാരും ഉറങ്ങി. ഇനി ഈ പൊട്ടന്മാരെ ഗുണാക്കേവ് വരെ വണ്ടി ഓടിച്ച് കൊണ്ടുപോവാൻ എനിക്ക് ഭ്രാന്തല്ലേ. ഒരു കാര്യം ചെയ്യാം, അണ്ടിമുക്ക് ഗുഹയിൽ കൊണ്ടുപോയിട്ട് ഗുണാക്കേവ് എന്ന് പറയാം. അതാവുമ്പോ പൈസയും ലാഭം.